സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ സർഫസ് കെമിസ്ട്രിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വിവിധ എപ്പിസോഡുകളിൽ കേൾക്കാൻ പോവുകയാണ്. എല്ലാവരും വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. വിവിധ എക്സാമ്പിളൊക്കെ നൽകിക്കൊണ്ടാണ് ഞാൻ ക്ലാസ് നൽകാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് സർഫസ് അല്ലെങ്കിൽ ഇന്റർഫേസ്? എന്താണ് സർഫസ് ഫിനോമിനൻസ് എന്നൊക്കെയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. സർഫസ് അഥവാ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോളിഡും ഗ്യാസും എടുത്തു എന്ന് വിചാരിക്കുക. സോളിഡായ ആ സബ്സ്റ്റൻസും ഗ്യാസും തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം, അതാണ് സർഫസ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഹൈഫൺ ഉപയോഗിക്കും അല്ലെങ്കിൽ സ്ലാഷ് ഉപയോഗിക്കും. ഇപ്പൊ സോളിഡ് ഗ്യാസ് ഇന്റർഫേസിനെ ഇതാ ഇവിടെ കാണിച്ചതുപോലെ സോളിഡ് ബാർ അഥവാ സ്ലാഷ് ഗ്യാസ് എന്നോ അല്ലെങ്കിൽ സോളിഡ് ഹൈഫൺ ഗ്യാസ് എന്നോ നമുക്ക് എഴുതാം. അപ്പൊ സോളിഡ് അതിന്റെ ഉൾഭാഗം ബൾക്ക് ഫേസ് എന്ന് പറയും. സോളിഡും ആ സോളിഡ് മൊത്തം അടങ്ങിയ ഭാഗത്തെ അതിന്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ ബൾക്ക് എന്ന വേർഡാണ് ഉപയോഗിക്കുക. അപ്പൊ ബൾക്ക് ഫേസ് ആയ ഒരു സോളിഡും അതുപോലെ അതിന് ചുറ്റുമുള്ള ഗ്യാഷ്യസ് മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സോളിഡ് ഗ്യാസ് ഇന്റർഫേസിൽ സംഭവിക്കുന്ന ഫിനോമിനയെ സർഫസ് ഫിനോമിനൻ എന്ന് വിളിക്കും. ചിലപ്പോൾ ഈ ഗ്യാഷ്യസ് മോളിക്യൂള് സോളിഡിന്റെ സർഫസിൽ മാത്രമായിരിക്കും അക്യുമുലേറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ആ സോളിഡിന്റെ സർഫസ് ഭേദിച്ച് അതിന്റെ ബൾക്കിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവിടത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇതാ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കും. ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ കാണിച്ചത് അല്ലെങ്കിൽ ആദ്യ ഭാഗത്തുള്ളത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സോളിഡ് അതിന്റെ സർഫസിലേക്ക് ഗ്യാഷ്യസിനകത്തുള്ള ഗ്രീൻ കളറുള്ള ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് അഡ്സോർപ്ഷൻ. ഇറ്റ് ഈസ് എ സർഫസ് ഫിനോമിനൻ എന്ന് പറയും. കാരണം സർഫസ് അല്ലെങ്കിൽ ഇന്റർഫേസിലാണ് അത് നടക്കുന്നത്. രണ്ടാമത്തെ കണ്ട വീഡിയോയിൽ അവിടെ ഗ്യാഷ്യസ് പാർട്ടിക്കിള് സോളിഡായ സബ്സ്റ്റൻസിന്റെ ബൾക്കിലേക്ക് എൻ്റർ ചെയ്യാണ്. അങ്ങനെ സെക്കൻഡ് ഫേസിലുള്ള അതായത് ഗ്യാഷ്യസ് ഫേസിലുള്ള സബ്സ്റ്റൻസ് ഫസ്റ്റ് ഫേസ് ആയ അല്ലെങ്കിൽ മെയിനായിട്ട് എടുക്കുന്ന സോളിഡിന്റെ ബൾക്കിനകത്തേക്ക് ഉള്ളിലേക്ക് കയറി വരികയാണെങ്കിൽ ആ ഫിനോമിനയാണ് നിങ്ങൾ എപ്പോഴും കേട്ട പണ്ടുപോലെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഫിനോമിന. ഒന്നാമത്തെ അഡ്സോർപ്ഷൻ ആണ്, ADSORPT ആണ്. രണ്ടാമത്തത് അബ്സോർപ്ഷൻ ആണ്. അപ്പൊ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫിനോമിനൻ ആണ്. അപ്പോൾ ഈ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കണ്ട അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ആണ്. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് gaseous molecules at the surface of a solid than in the bulk. എന്താണ് അഡ്സോർപ്ഷന്റെ ഒരു ഡെഫിനിഷൻ? ദി അക്യുമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് at the surface rather than in the bulk of a solid or liquid is termed as adsorption. Accumulation of gaseous or liquid molecules at the surface rather than bulk എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസോ അല്ലെങ്കിൽ ലിക്വിഡോ ആയ മോളിക്യൂള്
ഒരു സോളിഡിന്റെ സർഫസിൽ ബൾക്കിനെ അപേക്ഷിച്ച് സർഫസിലാണ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർപ്ഷൻ. അപ്പോൾ ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഈ ഫിനോമിനകത്ത് ഈ വീഡിയോ ഒന്നുകൂടി കാണും. സോളിഡ് ആയിരിക്കുന്ന ആ ബ്ലാക്ക് കളറിലുള്ള ആ സബ്സ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്സോർബെന്റ്. എന്നാൽ അതിന്റെ സർഫസിലേക്ക് വരുന്ന ആ ഗ്രീൻ കളേർഡായ ആ പാർട്ടിക്കിൾസ് അതിന്റെ സർഫസിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ സർഫസിലുള്ള ആ ഗ്രീൻ കളേർഡായ ഗ്യാഷ്യസ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ്. അപ്പൊ എന്താണ് അഡ്സോർബെന്റിന്റെ ഡെഫിനിഷൻ, എന്താണ് അഡ്സോർബേറ്റിന്റെ ഡെഫിനിഷൻ നോക്കൂ. The molecular species or substance which concentrates or accumulates at the surface is termed as adsorbate. ആരാണോ സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ മോളിക്കുലാർ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ്. The material on the surface of which the adsorption taking place is called adsorbent. ഏത് മെറ്റീരിയലിന്റെ സർഫസിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് ആ മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബന്റ്. അപ്പൊ ഈ എക്സാമ്പിളിൽ കാണുന്ന ഡയഗ്രമാറ്റിക് എക്സാമ്പിളില് ബ്ലാക്ക് കളറുള്ള ആ സബ്സ്റ്റൻസ് ആണ്, സോളിഡ് സബ്സ്റ്റൻസ് ആണ് അഡ്സോർബന്റ്. ഗ്രീൻ കളറിലുള്ള ആ പാർട്ടിക്കിൾസ് ആണ് അഡ്സോർബേറ്റ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിനൻ എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾക്ക് ഫിനോമിനൻ ആണ് എന്നും അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർഫസ് ഫിനോമിനൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ചില എക്സാമ്പിളുകളിലേക്ക് പോകാം. If gases like oxygen, hydrogen, carbon monoxide, chlorine, ammonia or sulfur dioxide is taken in a closed vessel containing powdered charcoal, it is observed that pressure of the gas in the enclosed vessel decreases. ഗ്യാസുകളായ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ നമ്മൾ ഒരു ചാർക്കോൾ അടങ്ങിയിരിക്കുന്ന ഒരു ബീക്കറിനകത്തേക്ക് എടുത്തിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ it is found that pressure of the gas inside the vessel is decreasing. This is due to adsorption of the gaseous molecules on the surface of the charcoal within the vessel. ഒരു വെസലിനകത്ത് നമ്മൾ ചാർക്കോൾ എടുക്കുകയും അതിനകത്തേക്ക് ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസ് കടത്തി വിടുകയും ചെയ്യാം. ആദ്യം അതിന്റെ പ്രഷർ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് പ്രഷർ മെഷർ ചെയ്ത് നോക്കുമ്പോൾ പ്രഷർ കണ്ടമാനം കുറഞ്ഞതായിട്ട് കാണാം. അതിന് കാരണം ഇതിനകത്തുള്ള ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഇതായി കാണുന്നത് പോലെ ഈ ചാർക്കോളിന്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഇൻ എ സൊല്യൂഷൻ ഓഫ് ആൻ ഓർഗാനിക് ഡൈ മെത്തിലിൻ ബ്ലൂ നമ്മൾ വാട്ടറിനകത്തേക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബ്ലൂ കളേർഡ് ലൈനി ആയിരിക്കും. When animal charcoal is added and the solution is well shaken, it is observed that the filtrate turns colorless. അതായത് മെത്തിലിൻ ബ്ലൂ എടുത്തിരിക്കുന്ന സൊല്യൂഷനകത്തേക്ക് നമ്മൾ ആനിമൽ ചാർക്കോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ ബീക്കർ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതായി കാണുന്നത് പോലെ അതിൻ്റെ കളറ് ഫെയ്ഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന് കാരണം മെത്തിലിൻ ബ്ലൂവിന് കളർ നൽകുന്ന ഡൈ പാർട്ടിക്കിള് ഈ പറയുന്ന ആനിമൽ ചാർക്കോളിന്റെ, ചാർക്കോൾ പൗഡേർഡ് രൂപത്തിലെടുത്തതാണ് ആനിമൽ ചാർക്കോൾ, ആനിമൽ ചാർക്കോളിന്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. Aqueous solution of raw sugar when passed over beds of animal charcoal becomes colorless as coloring substances are absorbed by the charcoal. റോ ഷുഗറിന്റെ അക്വസ് സൊല്യൂഷൻ, നമുക്കറിയാം കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. ഇപ്പൊ കരിമ്പ് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസാക്കി മാറ്റി കഴിഞ്ഞാൽ അതിന് യെല്ലോയിഷ് കളറായിരിക്കും. പക്ഷെ ഷുഗറിന്റെ ക്രിസ്റ്റൽസിന് വൈറ്റ് കളറാണ്. അപ്പൊ യെല്ലോയിഷ് കളറുള്ള കരിമ്പിൻ ജ്യൂസ് റോ ഷുഗർ എന്ന് നമുക്ക് വിളിക്കാം. അത് ചാർക്കോൾ ബെഡിലൂടെ പാസ് ചെയ്യുമ്പോൾ
ആ യെല്ലോയിഷ് കളറിങ് മെറ്റീരിയലിനെ ചാർക്കോള് അഡ്സോർബ് ചെയ്യും. അങ്ങനെ നമുക്ക് ഒടുവിൽ കിട്ടുന്ന ലിക്വിഡ് കളർലെസ് ആയിരിക്കും. അപ്പോൾ ആ കളറിങ് മെറ്റീരിയലിനെ യെല്ലോയിഷ് കളറിനെ അഡ്സോർബ് ചെയ്യുന്നത് ചാർക്കോളാണ്. അപ്പോൾ റോ ഷുഗറിൻ്റെ നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് വൈറ്റ് കളർ ഷുഗർ ക്രിസ്റ്റൽസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിൽ നമ്മൾ അഡ്സോർപ്ഷൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. നമുക്കറിയാം സിലിക്ക ജെൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു പാക്കറ്റിനകത്ത് ഇതായി കാണുന്നത് പോലെ സിലിക്ക ജെല്ലിനെ കണ്ടിട്ടുണ്ടാവും. ഈ സിലിക്ക ജെല്ല് അഡ്സോർബിങ് പവർ ഉണ്ട്. ഹ്യൂമിഡിറ്റി ഉള്ള അറ്റ്മോസ്ഫിയറിൽ സിലിക്ക ജെല്ല് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വാട്ടർ കണ്ടന്റിനെ വാട്ടർ മോളിക്യൂൾസിനെ സിലിക്ക ജെല്ല് അഡ്സോർബ് ചെയ്യും. അങ്ങനെ ആ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് പെട്ടെന്ന് കേടുപാട് വരുന്നതിൽ നിന്നും അതിനെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് അത്തരം പാക്കിങ്ങുകളിൽ സമയത്ത് അതിനകത്ത് സിലിക്ക ജെല്ലിന്റെ പാക്കറ്റുകൾ ഇടുന്നത്. ഉദാഹരണത്തിന് സിലിക്ക ജെല്ല് ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള എയർ ഉള്ള ഒരു ബീക്കറിനകത്ത് എടുക്കാന്ന് വിചാരിക്കുക. ചെറിയ ചെറിയ ബോൾസ് പോലുള്ള സാധനമാണ് സിലിക്ക ജെൽ. അപ്പോൾ ആ സിലിക്ക ജെല്ല് ഇതാ ഇവിടെ കാണുന്നത് പോലെ നമ്മൾ ബീക്കറിനകത്ത് എടുക്കുകയാണെങ്കിൽ ആ സിലിക്ക ജെല്ല് അതിന് സറൗണ്ടിങ്ങിലുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള എയറിനകത്തുള്ള മോളിക്യൂൾസിനെ അതിൻ്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യും. അങ്ങനെ ആ എയറിനെ ഡ്രൈ ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ 4 എക്സാമ്പിളുകളും നമ്മൾ എന്തിന് എക്സാമ്പിളായിട്ടാണ് പഠിക്കുന്നത്? അഡ്സോർപ്ഷന് എക്സാമ്പിൾ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ അഡ്സോർബ് ചെയ്ത സബ്സ്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ നടക്കുന്ന ആ വെസലിനകത്തുള്ള പ്രഷർ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഡീസോർപ്ഷൻ സംഭവിക്കും. എന്താണ് ഡീസോർപ്ഷൻ? ഇതായി കാണുന്നത് പോലെ അഡ്സോർബ് ചെയ്ത മോളിക്യൂൾസ് അതിന്റെ അഡ്സോർബെന്റിന്റെ സർഫസിൽ നിന്നും വിട്ടുമാറും. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് adsorbate molecule from the surface of the adsorbent is called desorption. ഇത് വേണമെങ്കിൽ അഡ്സോർപ്ഷന്റെ ഒരു ഓപ്പോസിറ്റ് പ്രോസസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അഡ്സോർബ് ചെയ്ത മോളിക്യൂൾ ഇവിടെ കാണുന്ന പോലെ ഹീറ്റ് ചെയ്യുമ്പോൾ അഡ്സോർബ് ചെയ്ത മോളിക്യൂൾ അവിടുന്ന് ആ അഡ്സോർബന്റിന്റെ സർഫസിൽ നിന്നും ഇളകി മാറി പുറത്തേക്ക് പോകും, അഡ്സോർപ്ഷൻ കുറയും. അല്ലെങ്കിൽ ഇതായി കാണുന്നത് പോലെ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ആ വെസലിനകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ അവിടെ അഡ്സോർബ് ചെയ്ത മോളിക്യൂൾസ് അഡ്സോർബിന്റെ സർഫസിൽ നിന്നും പുറത്തേക്ക് പോകും. അതായത് അഡ്സോർപ്ഷന്റെ റിവേഴ്സൽ നടക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീസോർപ്ഷൻ. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് അഡ്സോർബേറ്റ് മോളിക്യൂൾ ഫ്രം അഡ്സോർബന്റ് ഈസ് കോൾഡ് ഡീസോർപ്ഷൻ. ഗെറ്റ് മീ? യെസ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡ്സോർപ്ഷൻ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ലാർജ് സർഫസ് ഏരിയയുള്ള മോളിക്യൂൾസ് ആണ്. നമ്മൾ മോളിക്യൂൾസിനെ ഫൈനലി ഗ്രൈൻഡ് ചെയ്തിട്ട് ഗ്രാനുവൽസ് രൂപത്തിലാക്കുകയും മെറ്റൽസിനെയൊക്കെ നമ്മൾ ഫൈനലി ഡിവൈഡ് ഫോമിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ സിലിക്ക ജെല്ല്, ചാർക്കോള്, അലുമിന ജെല്ല്, കൊളോയിഡ്സ് ഇത്തരം സബ്സ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യും? അതിന്റെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ഒരുപാട് അതിന്റെ സർഫസിന്റെ മുകളിലേക്ക് അഡ്സോർപ്ഷൻ നടത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താണ് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 2 എക്സാമ്പിൾ പരിശോധിച്ച് നോക്കാം. ഒരു ബീക്കറിനകത്ത് ഇതാ ഇവിടെ കാണുന്നത് പോലെ കാൽഷ്യം ക്ലോറൈഡ് എടുക്കുക. ആ കാൽഷ്യം ക്ലോറൈഡ് അടങ്ങിയിരിക്കുന്ന ആ ബീക്കറിനകത്തുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ഈ കാൽഷ്യം ക്ലോറൈഡ് അതിന്റെ ബൾക്കിനകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. തൽഫലമായി കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സോളിഡ് പാർട്ടിക്കിള് അതിന്റെ അകത്തേക്ക് വാട്ടർ മോളിക്യൂൾസ്, അതിന്റെ ബൾക്കിനകത്തേക്ക് വാട്ടർ മോളിക്യൂൾസ് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് അത് അലിഞ്ഞലിഞ്ഞ് വെള്ളം പോലെ ആവും. ഡെലിക്വസൻ നാച്ചർ അതിന് കൈവരും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ വാട്ടർ മോളിക്യൂൾസ് സോളിഡ് ആയ കാൽഷ്യം, ലിക്വിഡ് ആയ വാട്ടർ മോളിക്യൂൾസ് സോളിഡ് ആയ കാൽഷ്യം ക്ലോറൈഡിന്റെ ബൾക്കിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ബൾക്ക് ഫിനോമിനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ചോക്ക് സ്റ്റിക്ക് ഒരു കളേർഡ് ഡൈക്കകത്തേക്ക് ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ ഡൈ പാർട്ടിക്കിള് ചോക്കിന്റെ പുറത്ത് അഡ്സോർബ് ചെയ്യപ്പെടുമെങ്കിലും ആ സോൾവെന്റ് മോളിക്യൂൾസ് ചോക്കിനകത്തേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദാ ഈ ഒരു വീഡിയോ നോക്കൂ. ചോക്ക് ഇവിടെ ഒരു കളേർഡ് ഡൈക്കകത്തേക്ക് ഡിപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഡിപ്പ് ചെയ്ത ചോക്ക് നമ്മൾ ഒന്ന് മൈക്രോസ്കോപ്പിക്കൽ ലെവലിൽ എന്ന് വലുതാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സറൗണ്ടിങ്ങിൽ ആ നീലക്കറുള്ള ഡൈ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? അഡ്സോർപ്ഷൻ ആണ്.
പക്ഷെ ആ ഡൈക്കകത്തുള്ള സോൾവെന്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ആ ചോക്കിന്റെ ഉള്ളിനകത്ത് ബൾക്കിനകത്തേക്ക് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ചോക്ക് ഒരു ഡൈക്കകത്തേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ അവിടെ അഡ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അബ്സോർപ്ഷൻ? ദ ഫിനോമിനൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്വിഡ് മോളിക്യൂൾസ് ത്രൂ ഔട്ട് ദ ബോഡി ഓഫ് എ സോളിഡ് വിത്തിൻ ദ ബൾക്ക് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. അതായത് പുറത്തുള്ള ലിക്വിഡ് മോളിക്യൂള് ഈ സോളിഡിന്റെ ബൾക്കിനകത്ത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾക്ക് ഫിനോമിനൻ ആണ്, എന്നാൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് ഫിനോമിനൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ ആണ്. എന്താണ് അഡ്സോർപ്ഷൻ യഥാർത്ഥ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ആൻസർ പറയേണ്ടത് ഡ്യൂ ടു റെസിജ്വൽ ഫോഴ്സ് ഓർ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നാണ്. എന്താണ് റെസിജ്വൽ ഫോഴ്സ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ്? നോക്കൂ, ഈ ബീക്കറിനകത്ത് ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിനകത്തുള്ള ഒരു മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യാം. ആ മോളിക്യൂളിനെ അതിന്റെ എല്ലാ ഭാഗത്തേക്കും മറ്റു മോളിക്യൂൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇല്ലേ? എല്ലാ ഭാഗത്തേക്കും മറ്റു മോളിക്യൂളുകൾ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ കാണുന്നുണ്ട്. എന്നാൽ അവിടെ സർഫസിലുള്ള ഒരു മോളിക്യൂളിനെ നോക്കൂ. ആ സർഫസിലെ മോളിക്യൂൾ നോക്കുമ്പോൾ അതിന്റെ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ബൾക്കിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മോളിക്യൂളിന്റെ അതേ ഒരു എൻവിറോൺമെന്റ് അല്ല അവിടെയുള്ളത്. ബൾക്കിനകത്തുള്ള മോളിക്യൂൾസ് ചുറ്റും ലിക്വിഡ് മോളിക്യൂൾ തന്നെയാണ് ഉള്ളത്, തുല്യ രീതിയിൽ അതിനെ അട്രാക്ട് ചെയ്യുന്നു. നിങ്ങൾ സർഫസിലാണെങ്കിലോ സർഫസിന്റെ ലെയർ വിട്ട് മുകളിലുള്ളത് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ആണ്, സർഫസിന്റെ താഴെയുള്ളത് ലിക്വിഡ് മോളിക്യൂൾസ് ആണ്. അപ്പൊ അവിടെ അട്രാക്ഷൻ എന്തല്ല, യൂണിഫോം അല്ല. അപ്പൊ അവിടെ ഒരു അൺബാലൻസിങ് വരുന്നു, ഒരു അൺബാലൻസ്ഡ് കണ്ടീഷൻ. ഒരേപോലെ ചുറ്റുപാട് വരുന്നില്ല, അൺബാലൻസ്ഡ് കണ്ടീഷൻ. ഈ അൺബാലൻസ്ഡ് ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? റെസിജ്വൽ ഫോഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോൾഡ് എടുത്തു നോക്കും, സോൾഡ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിന്റെ ബൾക്കിനകത്തുള്ള മോളിക്യൂൾസ് ചുറ്റും ഒരേപോലെ യൂണിഫോം ആയിട്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ സർഫസിലെ മോളിക്യൂൾസിന് അത്ര യൂണിഫോമിറ്റി ഇല്ല, എൻവിറോൺമെന്റ് ഇല്ല. അപ്പൊ ഇത്തരം ഫോഴ്സിനെയാണ് റെസിജ്വൽ ഫോഴ്സ് ഓർ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ലിക്വിഡിന്റെ കേസിൽ ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലിക്വിഡിന്റെ സർഫസിന് മുകളിലുള്ള മറ്റു പാർട്ടിക്കിൾസിനെയൊക്കെ അതിന്റെ മുകളിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. സോൾഡ് എടുക്കുകയാണെങ്കിലോ സോൾഡിനകത്തുള്ള മോളിക്യൂൾസ് യൂണിഫോം ആയിട്ട് ചുറ്റും ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, അതിന്റെ വാലൻസി ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ സർഫസിലുള്ള മോളിക്യൂൾ ആകുമ്പോഴോ അതിന്റെ വാലൻസി സാറ്റിസ്ഫൈഡ് ഇല്ല. അപ്പൊ അൺസാറ്റിസ്ഫൈഡ് ആയ വാലൻസിയെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സോളിഡ് അതിന്റെ സർഫസിലേക്ക് ഗ്യാഷ്യസോ ലിക്വിഡോ മോളിക്യൂളിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അഡ്സോർപ്ഷൻ, ദ റീസൺ ഫോർ അഡ്സോർപ്ഷൻ ഈസ് ഡ്യൂ ടു അൺബാലൻസ്ഡ് ഫോഴ്സ് ഓർ റെസിജ്വൽ ഫോഴ്സ്. ഇൻ കേസ് ഓഫ് ലിക്വിഡ്, molecules within the bulk is surrounded by so many molecules, whereas the molecule at the surface there is no uniform distribution of molecules present. As a result, adsorption taking place at the surface of the liquid. In case of solid, unsatisfied valence condition is present for the molecules present at the surface. In order to satisfy the valency, they have a tendency to adsorb gaseous or liquid molecules. മനസ്സിലായല്ലോ? സോളിഡ് മോളിക്യൂൾസ് അതിന്റെ അൺസാറ്റിസ്ഫൈഡ് ആയ വാലൻസ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഡ്സോർപ്ഷൻ നടത്തുന്നതെങ്കിൽ, ലിക്വിഡ് മോളിക്യൂൾസ് ആ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ചുറ്റും ഇല്ലാത്തതുകൊണ്ട്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ മോളിക്യൂൾസ് ചുറ്റും ഒരു സർഫസിലെ മോളിക്യൂൾ ചുറ്റും ഇല്ലാത്തത് കൊണ്ട് അത് നികത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അഡ്സോർപ്ഷൻ നടത്തുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ ഡ്യൂ ടു റെസിജ്വൽ ഫോഴ്സ് ഓർ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. റെഡി? യെസ്. നമുക്കറിയാം ഈ അഡ്സോർപ്ഷന്റെ തീവ്രത വർദ്ധിക്കുന്നത് സർഫസ് ഏരിയ വർദ്ധിക്കുമ്പോഴാണ്. സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് അഡ്സോർപ്ഷനും വർദ്ധിക്കുന്നു. ആ കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക. ഏരിയ കൂടുന്നതനുസരിച്ച് നമ്മൾ ഒരു വലിയൊരു പാർട്ടിക്കിളിനെ ഗ്രൈൻഡ് ചെയ്ത് ചെറിയൊരു പാർട്ടിക്കിളാക്കി മാറ്റും തോറും അത്രത്തോളം സർഫസ് ഏരിയ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ചോക്ക് പീസ് നമ്മൾ പൊട്ടിക്കുമ്പോൾ വീണ്ടും പുതിയ രണ്ട് സർഫസ് വരികയാണ് പുതിയ മോളിക്യൂൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്തുള്ള ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തു, സാറ്റിസ്ഫൈഡ് ആയ വാലൻസി അൺസാറ്റിസ്ഫൈഡ് ആയി മാറി, അപ്പോഴത് വീണ്ടും അബ്സോർബ് ചെയ്തു, അല്ലേ? സോൾഡ് ആകുമ്പോൾ അങ്ങനെ നമ്മൾ സബ്സ്റ്റൻസിനെ ഗ്രൈൻഡ് ചെയ്ത് പിന്നെ പൗഡർ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോഴും വലിയ വലിയ മോളിക്യൂൾസിനെ വലിയ പാർട്ടിക്കിൾസിനെ പീസാക്കി മാറ്റുമ്പോഴൊക്കെ സർഫസ് ഏരിയ വർദ്ധിക്കുന്നു. സർഫസ് ഏരിയ വർദ്ധിക്കുന്നതിലൂടെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷനും വർദ്ധിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ? യെസ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്. ഈ എപ്പിസോഡിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അഡ്സോർപ്ഷൻ, എന്താണ് അബ്സോർപ്ഷൻ, എന്താണ് അഡ്സോർപ്ഷൻ റീസൺ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഈ വീഡിയോ കാണുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുക. സഹായകമായ വീഡിയോകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി കാണുക, മനസ്സിലാവുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്സോർപ്ഷൻ്റെ തെർമോഡൈനാമിക് പ്രിൻസിപ്പിളും അതുപോലെ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.